വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 8. അക്കാലത്ത് യേശു ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ച്, എൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ ആഗതനാകുന്നത് കാണുന്നത് വരെ മരിക്കില്ലാത്ത ചിലർ ഇവിടെ നിൽപ്പുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. സുവിശേഷത്തിൽ ക്രിസ്തു സ്നേഹപൂർവ്വം ജനക്കൂട്ടത്തോടും ശിഷ്യഗണത്തോടും സംസാരിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. യേശു പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരു സ്നേഹത്തിൻ്റെ ക്ഷണമാണ് ശിഷ്യത്വം. യേശു പൊതുസമൂഹത്തെ മുഴുവൻ വിളിക്കുന്നു. അതിനകത്ത് ആർക്ക് വേണമെങ്കിലും ശിഷ്യത്വം സ്വമനസ്സാലെ സ്വീകരിക്കാം. പക്ഷേ അതിന് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വയ്ക്കുന്ന കണ്ടീഷൻ മനോഹരമാണ്. സ്വന്തം ജീവൻ പരിത്യജിച്ചുകൊണ്ട് വേണം, കുരിശ് വഹിച്ചുകൊണ്ട് വേണം, അവൻ്റെ കൃപയുടെ പിന്നാലെ അനുയാത്ര ചെയ്തുകൊണ്ട് വേണം ഈ ശിഷ്യത്വം നമ്മൾ തുടരേണ്ടത്. ചിലർക്ക് നഷ്ടപ്പെടുത്താതെ ഒന്നും വീണ്ടെടുക്കാനാകില്ലെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ പ്രതി, സ്വർഗത്തെ പ്രതി നാം നഷ്ടപ്പെടുത്തുന്നതൊന്നും യഥാർത്ഥത്തിൽ നഷ്ടമാകുകയല്ല, അത് വീണ്ടെടുപ്പാണ് എന്നും അത് നമുക്കിപ്പോൾ ബോധ്യമാകില്ല എന്നും ക്രിസ്തു സൂചിപ്പിക്കുന്നുണ്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ ആത്മാവിനെ വിലമതിക്കുവാനും ആ വിലമതിക്കുന്ന ആത്മാവിനായി നിലകൊള്ളുവാനും നമുക്ക് സാധ്യമാകണം. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ അല്പസന്തോഷങ്ങളിൽ വീണ് ജീവിതം നഷ്ടപ്പെടുത്തി കളയേണ്ടവരല്ല. നിത്യതയുണ്ട് എന്ന ബോധ്യത്തിൽ സ്വർഗം നേടാൻ കഴിയുമെന്ന ഉറപ്പിൽ നാം വിശ്വസ്തയോടെ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ എന്തു തന്നെ നേടിയാലും അവ ഒന്നും നമ്മുടെ കൂടെ പോരുകയില്ല. അതൊന്നും നമുക്ക് നന്മയായി മഹത്വമായി തീരുകയുമില്ല. എന്നാൽ സ്വർഗത്തെ പ്രതി നാം നഷ്ടപ്പെടുത്തി നേടുന്നവയാണ് എന്ന് നിലനിൽക്കുക. ആ ത്യാഗത്തിന്, ആ നന്മയ്ക്ക് ജീവിതത്തിൽ വലിയ ബലമുണ്ട്, വീണ്ടെടുപ്പിൻ്റെ കൃപയുണ്ട്. ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നമ്മൾ വിശ്വസ്തയോടെ ഏറ്റുപറഞ്ഞാൽ പിതാവിൻ്റെ സന്നിധിയിൽ സകല ദൈവദൂതന്മാരുടെ മുൻപാകെ ക്രിസ്തു നമ്മയും ഏറ്റുപറയുമെന്ന് സുവിശേഷം ഉറപ്പ് നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും മഹത്തായ നന്മ എന്തെന്നോ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു സാക്ഷിയായി ജീവിക്കുവാൻ സാധ്യമാവുക എന്നതാണ്. അവിടുത്തെ പ്രതി, അവിടുത്തെ വചനത്തെ പ്രതി ലജ്ജയില്ലാതെ അഭിമാനബോധത്തോടെ ആത്മാർത്ഥതയോടെ അവൻ്റെ സ്നേഹം പ്രഘോഷിക്കുവാൻ നാം സന്നദ്ധരാകുമ്പോൾ തീർച്ചയായും സ്വർഗപിതാവിൻ്റെ സന്നദ്ധിയിൽ പിതാവിൻ്റെ പ്രിയപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി നിലകൊള്ളുകയും അവിടുന്ന് നമ്മെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഈ ലോക ജീവിതം നമുക്ക് ഒരു ശിഷ്യത്വത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതമായിരിക്കട്ടെ. ഈ ശിഷ്യത്വത്തിലൂടെ ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം പിൻചൊല്ലുവാനും അവനിലൂടെ നിത്യതയുടെ മഹത്വം സ്വന്തമാക്കി ലോകത്തിന് സാക്ഷികളായി തീരാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. സത്യത്തിൽ ഓരോ ശിഷ്യത്വത്തിലും അടങ്ങിയിരിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് പിന്നിൽ വലിയ സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നും ദൈവത്തിൻ്റെ വലിയ പരിപാലന അനുഭവിക്കാൻ സാധ്യമാകുമെന്നും സുവിശേഷം ഓർപ്പെടുത്തുന്നു. ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാക്കി മാറ്റിയത് വിശുദ്ധ ബൈബിളിലെ ഇന്നത്തെ സുവിശേഷത്തിലെ വചനഭാഗമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് അവനെന്ത് പ്രയോജനം? ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
ആമേൻ.